നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് മണ്ഡലത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. രമേശ് പിഷാരടിക്ക് വേണ്ടി UDFും കോൺഗ്രസും കട്ടയ്ക്ക് തന്നെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വലിയൊരു തിരിച്ചടിയായി, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ വലിയൊരു എതിരാളിയായി നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു ജൈൻ കില്ലറാണ്. ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ അവിടെ വോട്ട് വിഹിതം കൂട്ടാൻ കഴിവുള്ള നേതാവാണ്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ പാലക്കാട് UDF കുറച്ചധികം വിയർക്കും. കാരണം തൊട്ടിപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ UDF പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട്. ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് CPM പാലക്കാട് പണിയെടുക്കുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയിരിക്കുന്നത്. പാലക്കാട് BJPയെ ജയിപ്പിക്കാൻ CPMുമായി ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ആരോപണം. ഈ ഒരു ആരോപണവുമായി VD സതീശൻ രംഗത്തിറങ്ങിയതോടുകൂടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആരോപണം പാടെ തള്ളിക്കളഞ്ഞ ശോഭാ സുരേന്ദ്രൻ VD സതീശന് മറുപടി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പേടിക്കാതെ സതീശ എന്നാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ സ്ഥാനാർത്ഥി ആയതിൽ വിറളി പിടിച്ച് നടക്കുകയാണ് UDF എന്ന്. ആരോപണം തള്ളിക്കളഞ്ഞ ശോഭാ സുരേന്ദ്രൻ തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുപ്പാണ് സതീശന്റെ പ്രതികരണമെന്ന് പരിഹസിക്കുകയും ചെയ്തു. പാലക്കാട് CPM ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് CPM BJP ഡീലിന്റെ ഭാഗമാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPMനെ സഹായിക്കുമെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെ പാടെ തള്ളിക്കളയുകയാണ് ശോഭാ സുരേന്ദ്രൻ. കോൺഗ്രസ് വോട്ടുകൾ ചോരുമെന്ന ഭയമാണ് സതീശനുള്ളത്. കോൺഗ്രസ് പരാജയ ഭീതിയിൽ മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്തവരാണ്. സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ഒരു നിലപാടും പറയാത്തവരാണ് എതിരാളികളെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം CPMും കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് V മുരളീധരൻ പറഞ്ഞു. ജയിക്കുന്ന സീറ്റുകൾ CPMും കോൺഗ്രസും ഘടകകക്ഷികൾക്ക് നൽകുന്നില്ലേ? CPM അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചേരി BJPയിലില്ല. BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ചേരി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പാലക്കാട് എന്തിനായിരിക്കും രമേശ് പിഷാരടിയെ UDF സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം തൊട്ടിപ്പുറത്ത് ശോഭാ സുരേന്ദ്രനാകുമ്പോൾ അതുപോലെ കരുത്തുറ്റ ഒരാൾ വേണം UDFന്റെയും സ്ഥാനാർത്ഥി. പാലക്കാട് പിന്നെ CPMന് വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ടാത്തത് കൊണ്ട് അവർക്ക് ഏത് നേതാവിനെയും കൊണ്ടു നിർത്താം. നമ്മളിത് കണ്ടതായിരുന്നല്ലോ, മുൻപ് സരിനെ നിർത്തും എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ സരിനും സീറ്റ് കൊടുക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിയിരുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സരിനായിരുന്നല്ലോ CPMന്റെ സ്ഥാനാർത്ഥി. പക്ഷെ വലിയൊരു ഓളം ഉണ്ടാക്കാൻ സരിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം പാലക്കാട് കോൺഗ്രസും BJPയും തമ്മിലാണ് കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇരുവരും മികച്ച സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തും എന്നുള്ള സൂചനകൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് തുടക്കം മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ഒന്നെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ പാലക്കാടെന്ന്. ഒടുക്കം പാലക്കാട് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും കോൺഗ്രസ് ആണ് ഞെട്ടിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളിച്ചു. അത് രമേശ് പിഷാരടിയെ കൊണ്ട് നിർത്തിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. പലരും കരുതിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി വീണ്ടും തിരിച്ചെടുക്കും, പാലക്കാട് കൊണ്ട് നിർത്തും എന്നുള്ളതായിരുന്നു. എന്നാൽ അവിടെ ഉയർന്നു കേട്ടത് പിന്നീട് UDF പ്രഖ്യാപിച്ചതും രമേശ് പിഷാരടിയുടെ പേരാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രന് നേരെ ഒരു മികച്ച സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ രമേശ് പിഷാരടിക്ക് കഴിയുമോ? അതൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ ഒരു ഓളം. ഷാഫി പറമ്പിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രമേശ് പിഷാരടിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ തന്നെ നമ്മളത് കണ്ടതാണല്ലോ. ഷാഫി എന്ന ഒറ്റ ഫാക്ടർ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായ വിധി എഴുതിയത്. അഥവാ ഇനിയിപ്പോൾ രമേശ് പിഷാരടി ജയിച്ചാലും അവിടെ വോട്ട് വിഹിതം കുറയും. കുറേ അധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ പിടിക്കും. കാരണം അവർ ശക്തമായ ഒരു നേതാവ് തന്നെയാണ്. നമ്മൾ മുൻപ് പലതവണ ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് രീതികളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ആലപ്പുഴയിലൊക്കെ വലിയ ഭൂരിപക്ഷം അവർ നേടിയെടുത്തിരുന്നു. അപ്പോൾ രമേശ് പിഷാരടി കുറച്ചധികം വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് നിൽക്കുമോ എന്നുള്ളതാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന രമേശ് പിഷാരടി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി നിന്നാൽ
അവിടെയാണ് ഇനി എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകാര്യത ഇപ്പോഴും പാലക്കാടുണ്ട്. അയാൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കോടതികൾ ആ കേസുകൾ വലിച്ച് ചവിട്ടുകൊറ്റയിൽ എറിയുന്നത് പിന്നീട് കേരളം കണ്ടതാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതും ഷാഫി പറമ്പിലിൻ്റെ ഒരു കളിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അവിടെ നിന്ന് സ്വതന്ത്രനായി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ പാർട്ടി നൈസായിട്ട് രാഹുലിനെ തിരിച്ചെടുക്കും. ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ. ഇനി ആ ഒരു നീക്കം മുന്നിൽ കണ്ടിട്ടാണോ രമേശ് പിഷാരടിയെ അവിടെ CPM കോൺഗ്രസ് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും അതൊക്കെ ഇനി വഴിയെ കണ്ടറിയണം. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ VD സതീശനെ പരിഹസിക്കുകയാണ്. VD സതീശൻ തോൽവി ഭയന്നിട്ടാണ് ഇത്തരത്തിൽ ഓരോന്ന് വിളിച്ചു കൂവുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ BJP CPM കൂട്ടുകെട്ട് പരസ്യമായ രഹസ്യമാണെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും പ്രതികരിക്കുന്നുണ്ട്. പാലക്കാട് മാത്രമല്ല പലയിടത്തും ഈ കൂട്ടുകെട്ട് പ്രകടമാണെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. സിനിമാ സുഹൃത്തുക്കളെ പ്രചാരണത്തിന് കൊണ്ടുവരില്ലെന്നും അവരെ സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കില്ല എന്നും രമേശ് പിഷാരടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും രമേശ് പിഷാരടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയത്. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രമുഖ ഹോട്ടൽ വ്യവസായി NMR റസാക്കിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണയും സരിന് അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. NMR റസാക്കിനെ സ്വതന്ത്രനായി നിർത്തുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകളിലും നിഷ്പക്ഷ വോട്ടുകളിലും വിള്ളൽ ഉണ്ടാക്കാമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഒരു പൊരിഞ്ഞ പോരാട്ടം പാലക്കാട് നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.